ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും പഴവും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള സ്പെഷ്യൽ അടയാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വലിയവർക്കും ഒക്കെ കഴിക്കാനൊക്കെ പറ്റിയൊരു പലഹാരമാണ്. വിശപ്പൊക്കെ കൂടുതലുള്ള ടൈമല്ലേ, മഴയൊക്കെ ആകുമ്പോൾ വൈകുന്നേരത്തെ പലഹാരമായിട്ട് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയതാണ്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു കപ്പ് അവിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ആ നെയ്യിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കുള്ള പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ഒരു 1.5 അച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് മധുരത്തിന് ആവശ്യമായിട്ട് ഓരോരുത്തർക്ക് വേണ്ടത് എടുക്കട്ടോ. ഞങ്ങളൊരു 1.5 അച്ച് ശർക്കര എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ അവിലൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഇനി നേന്ത്രപ്പഴവും ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് വേണം. ഒരു തരി ഏലക്കായപ്പൊടി ചേർത്തിട്ടുണ്ട്, ഏലക്കായും പഞ്ചസാര കൂടി പൊടിച്ചത്. ഇനി തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ശർക്കര പാനിയിൽ കിടന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വേവണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങയും പഴവും അവിലും ഒക്കെ ഇപ്പോൾ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ആ ശർക്കര പാനിയൊക്കെ ഒന്ന് വറ്റി വേണ്ട. അപ്പോൾ എല്ലാതും വിട്ടിട്ട് ആയി വരുന്നുണ്ട്. ഈ പരുവത്തിൽ ആയി കിട്ടണം. ആ പാനി അതിൽ കിടന്നിട്ടൊന്ന് വറ്റിയിട്ട് ഇതിലൊക്കെ ഒന്ന് നല്ലോണം പിടിച്ചിട്ട് നമുക്കിത് ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പിട്ടിട്ട് വെള്ളം കൂടി സാധാ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആവണ വരെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ പലഹാരം കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് മാവ്. അപ്പോൾ തന്നെ നമുക്ക് വാഴൻ്റെ ഇല കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് പരത്തി കൊടുക്കണം കേട്ടോ. ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതേപോലെ തിന്നായിട്ട് നല്ല ഇതിൽ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പരത്തി കൊടുക്കുക. അപ്പോൾ അല്ലാതെ അതേപോലെ മിക്സൊക്കെ വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയിട്ട് പുഴുങ്ങിയെടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കമൻ്റ് ഇടുക ഒക്കെ ചെയ്യുക. അപ്പോൾ അതേപോലെ എല്ലാ അടയും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചുട്ട് കഴിക്കുന്ന പത്തിരി ചട്ടി വെച്ച് ചുടുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കഴിക്കാം. ഞങ്ങൾ ആവിയിലാണ്, അപ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ. ഇതാ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്, ആവിയേറ്റം വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 15 മിനിറ്റ് നേരം കൊണ്ട് നമ്മളെ പലഹാരം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ സ്റ്റീമർ എടുത്തിട്ടുണ്ട്. പലഹാരം റെഡി ആയിട്ടുണ്ട്. അത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വിശേഷം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് അതിലൂടെ അറിയിക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.